RDX ആദ്യ വിഷയത്തിലേക്ക്. കോൺഗ്രസ് പടലപ്പിണക്കത്തിൽ തീ കോരിയിടുന്ന PV അൻവറിനെയാണ് ഇന്ന് കേരള രാഷ്ട്രീയം കണ്ടത്. സുധാകരൻ സതീശൻ പോര്, KPCC പ്രസിഡന്റ് മാറ്റത്തിലെ എതിർപ്പുകൾ, ഇങ്ങനെ ഹൈക്കമാൻഡ് കഷ്ടപ്പെട്ട് അടക്കി വെച്ചതിനെയെല്ലാം അൻവറിനെ കൊള്ളണോ തള്ളണോ എന്ന തർക്കം വലിച്ചു പുറത്തിട്ടിരിക്കുന്നു. തനിക്കും UDF-നും ഇടയിലെ തടസ്സം VD സതീശൻ എന്ന ഒറ്റയൊരാളാണ് എന്ന നിലപാടാണ് അൻവർ ഇന്നെടുത്തത്. KC വേണുഗോപാലിൽ മാത്രമാണ് ഇനി ഏക പ്രതീക്ഷ എന്നുകൂടി പറഞ്ഞ് കോൺഗ്രസ് കൂടാരത്തിൽ തീയിട്ടു PV അൻവർ. ആ തന്ത്രം ഫലിച്ചു. പിന്നെ അൻവറിനൊന്നും ചെയ്യേണ്ടി വന്നില്ല. കോൺഗ്രസ്സുകാരായി എല്ലാം. അൻവറിനെ അനുകൂലിച്ചും VD സതീശനെ പാടെ തള്ളിയും K സുധാകരൻ, അൻവറിനോട് മൃദുസമീപനവുമായി രണ്ടാം നിര നേതാക്കൾ നിലപാടിൽ നിന്ന് മാറാതെ അൻവറിനെതിരായ അതിർത്തി പിന്നെയും പരസ്യമാക്കി സതീശൻ. ആദ്യം അൻവറിനോട് കടുപ്പിച്ചും KC വേണുഗോപാലിന്റെ അൻവർ അനുകൂല പ്രതികരണം വന്നതോടെ തണുപ്പിച്ചും സണ്ണി ജോസഫ്. കോൺഗ്രസിലെ ആന്തരിക പ്രശ്നങ്ങളും പടലപ്പോരും പൊട്ടിത്തെറിയും വ്യക്തമാക്കുന്ന പ്രതികരണങ്ങൾ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മണിക്കൂറുകൾക്കകം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച മുൻതൂക്കവുമായി നിലമ്പൂരിലിറങ്ങിയതാണ് കോൺഗ്രസ്. ആ തിളക്കം മങ്ങിച്ചോ UDF-ൽ കയറിക്കൂടാനുള്ള അൻവറിന്റെ നമ്പറുകൾ? ആദ്യം കാണാം RDX റാപ്പ്. UDF പ്രവേശനം അനിശ്ചിതത്വത്തിലായതിന്റെ പാപഭാരം VD സതീശനിൽ മാത്രം വെച്ചും രാഷ്ട്രീയ അഭയത്തിനായി ദീനസ്വരമുയർത്തിയുമായിരുന്നു PV അൻവറിന്റെ പ്രതികരണം. ഇനി എല്ലാ പ്രതീക്ഷയും KC വേണുഗോപാലിലാണെന്നും അൻവർ. ഇതോടെ ഏറെക്കാലമായി കോൺഗ്രസിൽ നീറിപ്പുകഞ്ഞ ഉൾപ്പിരിവുകൾ പൊട്ടിത്തെറിയായി പരിണമിച്ചു. അൻവറിനോട് അനുഭാവപൂർവമായ നിലപാടെടുക്കുന്ന K സുധാകരൻ VD സതീശനോട് തക്കം പാർത്ത് കണക്ക് തീർത്തു. അൻവറിനെ വേണ്ടെന്ന് സതീശൻ ഒറ്റയ്ക്ക് തീരുമാനിക്കേണ്ടെന്ന് സുധാകരൻ തുറന്നടിച്ചു. ഇന്നുച്ചയ്ക്ക് കേരളത്തിലെത്തിയ KC വേണുഗോപാൽ സുധാകരന്റെ നിലപാടിനോട് ചേർന്ന് നിന്നാണ് പ്രതികരിച്ചത്. VD സതീശനെ എതിർപക്ഷത്താക്കിയ അൻവറിനോട് കടുത്ത ഭാഷയിലാണ് രാവിലെ KPCC പ്രസിഡന്റ് പ്രതികരിച്ചത്. എന്നാൽ KCയുടെ നിലപാട് പ്രഖ്യാപനത്തോടെ വൈകിട്ട് സണ്ണി ജോസഫും മയപ്പെട്ടു. പക്ഷേ VD സതീശൻ ഇപ്പോഴും അയഞ്ഞിട്ടില്ല. ഇന്നലെ പറഞ്ഞതിൽ നിന്ന് ഒരിഞ്ച് പിന്നോട്ടില്ലെന്നും സുധാകരന്റെ വാക്കുകൾ മാധ്യമങ്ങൾ വളച്ചൊടിച്ചെന്നുമാണ് സതീശന്റെ ആരോപണം. RDX റാപ്പ്, ന്യൂസ് മലയാളം. ഇന്നലെ എന്ന പോലെ ഇന്നും മറ്റെന്തൊക്കെയാണ് നടന്നത് എന്ന് നമുക്ക് വളരെ വേഗത്തിൽ വിശദമായിട്ട് പരിശോധിച്ചിട്ട് വരാം. അൻവർ വേഴ്സസ് UDF 9:15 രാവിലെ VD സതീശനെതിരെ PV അൻവർ തൊടുത്തത് ഗുരുതര പരാമർശങ്ങളാണ്. രാവിലത്തെ വാർത്താ സമ്മേളനത്തിൽ 9:15 അദ്ദേഹം നടത്തിയത്. കാല് പിടിക്കുമ്പോൾ മുഖത്ത് ചവിട്ടുകയാണ്, ഇനി ആരുടെയും കാല് പിടിക്കാനില്ല എന്ന് അപ്പോൾ PV അൻവർ പറഞ്ഞു. UDF പ്രവേശനത്തിൽ വസ്ത്രാക്ഷേപം നടത്തി, ദയാവധത്തിന് തന്നെ വിട്ടു നൽകി എന്നൊക്കെ PV അൻവർ വൈകാരികമായി പറഞ്ഞു. തന്നെ തെരുവിൽ നിർത്തി ചെളിവാരി എറിയുകയാണ് ഇപ്പോഴെന്നും അൻവർ രാവിലത്തെ വാർത്താ സമ്മേളനത്തിൽ വൈകാരികമായിട്ട് പറഞ്ഞു. 2 ദിവസത്തിനകം UDF പ്രവേശനമെന്ന് സതീശൻ പറഞ്ഞിട്ടും തീരുമാനമായില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇനി പ്രതീക്ഷ KC വേണുഗോപാലിൽ മാത്രമാണ്, അദ്ദേഹത്തോട് സംസാരിക്കും എന്നും ആ വാർത്താ സമ്മേളനത്തിൽ, ദീർഘമായ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. KC നീതി പുലർത്തിയാൽ TMC സ്ഥാനാർത്ഥി ഉണ്ടാകില്ല എന്ന് അൻവർ പറഞ്ഞു. എന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ മത്സരിക്കുമെന്ന്. KCയോടും രമേശ് ചെന്നിത്തലയോടും രാഷ്ട്രീയ ബന്ധമുണ്ട്, VD സതീശനോട് ഇല്ല എന്ന് അദ്ദേഹം അവിടെ തുറന്നു തന്നെ പറഞ്ഞു. 10:45 തിരഞ്ഞെടുപ്പ് സമയത്തെ വിലപേശൽ നല്ല ലക്ഷണമല്ല എന്ന് VM സുധീരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ആ തിരിച്ചറിവ് PV അൻവറിന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ എന്ന് മയപ്പെടുത്തിയിട്ടാണെങ്കിലും അദ്ദേഹം ഒരു മുന്നറിയിപ്പ് നൽകി. 11:10 UDF സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ചാൽ പ്രശ്നങ്ങൾ തീരുമെന്ന് K മുരളീധരൻ വന്നു പറഞ്ഞു. UDF-ൽ ചേരാൻ ആഗ്രഹിക്കുന്നവർ തന്നെ കുറ്റം പറഞ്ഞാൽ എങ്ങനെയാണ് എന്ന് അദ്ദേഹം ഒരു ചോദ്യം ഉന്നയിച്ചു. UDF നിലപാടുകളുമായി യോജിക്കാൻ അൻവറിനാകണമെന്ന് സണ്ണി ജോസഫും 11:25 വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. പരസ്യമായി വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നത് എങ്ങനെ അംഗീകരിക്കുമെന്ന് അദ്ദേഹം ചോദിച്ചു. 11:25 11:47 അൻവർ അനാവശ്യ പരാമർശങ്ങൾ നിരന്തരം നടന്നതിൽ ലീഗിനും അതൃപ്തിയുണ്ട് എന്ന വിവരം പുറത്തു വന്നു. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ UDF തീരുമാനം അൻവറിനെ അറിയിച്ചിട്ടുണ്ട് എന്ന് PMA സലാം അപ്പോൾ പറഞ്ഞു. 12:15 ആകുമ്പോൾ അൻവറുമായുള്ള പ്രശ്നങ്ങളിൽ വൈകാതെ ശുഭകരമായ തീരുമാനമുണ്ടാകുമെന്ന നിലപാടുമായിട്ട് രമേശ് ചെന്നിത്തല മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി. അന്തിമ തീരുമാനമെടുക്കേണ്ടത് പ്രതിപക്ഷ നേതാവിൻ്റെ ചുമതലയാണ് എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. അപ്പോൾ അൻവർ പറയുന്ന ഓരോ ആരോപണത്തിനും മറുപടി പറയേണ്ടതില്ല എന്ന് VD സതീശൻ ഏതാണ്ട് അതേ സമയത്ത് തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞു. പറയാനുള്ള കാര്യങ്ങളെല്ലാം ഇന്നലെ തന്നെ പറഞ്ഞുവെന്നും സതീശൻ വ്യക്തമാക്കി. അപ്പോൾ അൻവറുമായുള്ള പ്രശ്നങ്ങളിൽ കൂട്ടായ ചർച്ച നടക്കുന്നുണ്ട് എന്ന് PK കുഞ്ഞാലിക്കുട്ടി മൃദുസ്വരത്തിൽ വന്ന് ഏതാണ്ട് അതേ സമയത്ത് തന്നെ മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. 12:25 ചർച്ചയുടെ പര്യവസാനം നോക്കിയാൽ മതി, ഇടയിലെ കാര്യങ്ങൾ പ്രധാനമല്ല എന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് ഇതിനെ ലഘൂകരിച്ചുകൊണ്ട് പറഞ്ഞു. 1:45 അൻവറിൻ്റെ പ്രവേശനത്തെ ഉപാധികളില്ലാതെ K സുധാകരൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ അനുകൂലിക്കുന്ന കാഴ്ച കണ്ടു. അദ്ദേഹം പരസ്യമായി തന്നെ പറഞ്ഞു, തീരുമാനം പ്രതിപക്ഷ നേതാവ് ഒറ്റക്കെടുക്കേണ്ടതല്ല എന്ന് K സുധാകരൻ പറഞ്ഞ
ഇന്നത്തെ പ്രധാനപ്പെട്ട ബൈറ്റ് അവിടെ നിന്നുള്ളതാണ്, ആ സമയത്തുള്ളതാണ്. 2:30 ആകുമ്പോഴേക്ക് കെ സി വേണുഗോപാൽ തന്നെ വന്നു. പിണറായിക്കെതിരായ അൻവറിൻ്റെ നിലപാടൊപ്പമാണ് കോൺഗ്രസ് എന്ന് കെ സി വേണുഗോപാൽ പൊതുരാഷ്ട്രീയ സാഹചര്യം വെച്ച് പറഞ്ഞു. അൻവറിനെ ഒറ്റപ്പെടുത്തണമെന്ന നിലപാട് UDF-ൽ ആർക്കുമില്ല എന്ന് കെ സി വേണുഗോപാൽ അതിനകത്ത് പറഞ്ഞു. എന്താണ് കൗതുകകരമായ കാര്യം? അൻവർ ഉയർത്തിയ വിഷയങ്ങൾ സംസ്ഥാന നേതൃത്വവുമായിട്ട് ചർച്ച ചെയ്യും എന്ന് അദ്ദേഹം അപ്പോൾ പറഞ്ഞു. ആശയവിനിമയത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കാം എന്ന് ഇക്കാര്യങ്ങളൊന്നും സ്പർശിക്കാതെ കെ സി വേണുഗോപാൽ പക്ഷേ അൻവറിന് അനുകൂലമായ നിലപാട് ഇട്ട് പറഞ്ഞു. 3:45 ആകുമ്പോഴേക്ക് കെ സി വേണുഗോപാലിൻ്റെ പ്രതികരണത്തിൽ സന്തോഷമാണെന്ന് PV അൻവർ പുറത്തേക്ക് ഇറങ്ങി വന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. താൻ എപ്പോഴും ശുഭാപ്തി വിശ്വാസമുള്ള ആളാണെന്നും PV അൻവർ ഈ ഇന്നത്തെ രണ്ടാം മാധ്യമ പ്രവർത്തകരുമായുള്ള കൂടിക്കാഴ്ചയിൽ പറഞ്ഞു. മാധ്യമങ്ങളോട് VD സതീശൻ ക്ഷോഭിച്ചു. സുധാകരൻ്റെ വാക്കുകൾ വളച്ചൊടിച്ചു എന്ന് 4:50 VD സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. VD സതീശൻ ഒറ്റക്കെടുത്ത തീരുമാനമല്ല എന്നാണ് സുധാകരൻ പറഞ്ഞത്. അത് വ്യാഖ്യാനിക്കുകയാണ് ചില മാധ്യമങ്ങൾ. കോൺഗ്രസിൽ പൊട്ടിത്തെറി എന്ന് വാർത്ത കൊടുത്തു എന്ന് അദ്ദേഹം ഒരല്പം കടുപ്പിച്ചു തന്നെ പറഞ്ഞു. ഇത് നാണം കെട്ട മാധ്യമ പ്രവർത്തനമാണ്. ഇന്നലെ പറഞ്ഞ നിലപാടിൽ അൻവറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉറച്ചു നിൽക്കുകയാണ് എന്ന് VD സതീശൻ അപ്പോൾ പറഞ്ഞു. 5:15 ആകുമ്പോഴേക്ക് അൻവർ വിഷയത്തിൽ കോൺഗ്രസിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്ന് സണ്ണി ജോസഫ് ഇന്ന് വന്ന് പറഞ്ഞു. വൈകിട്ട് ആകുമ്പോഴേക്ക് നേതാക്കളുടെ പ്രസ്താവനകളെ മാധ്യമങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് എന്നുകൂടെ അദ്ദേഹം പറഞ്ഞു വെച്ചു. ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് രാവിലെ പ്രതീക്ഷ തീർത്തും നഷ്ടപ്പെട്ട ഹതാശനായ അൻവറിനെയാണ് കേരളം കണ്ടത്. രാവിലെ പകൽ മുഴുവൻ നീണ്ട നാടകീയ സംഭവ വികാസങ്ങൾക്കൊടുവിൽ അൻവറിനെ കണ്ടത് ശുഭപ്രതീക്ഷയിലായിരുന്നു. വൈകിട്ട് ഒരു പകലിൻ്റെ ഇടവേളയിൽ 2 പ്രതികരണങ്ങൾ, 2 ഭാവങ്ങൾ, അത് രണ്ടും ഒന്നുകൂടി നമുക്ക് കാണേണ്ടതുണ്ട്. അപ്പം ഞാൻ ഈ കാല് പിടിക്കാനില്ല. ഞാൻ ഈ കാല് പിടിച്ചിരുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. മാർക്കറ്റിൽ കൂട്ടാനേ പറ്റാത്ത ചൊറിയും ചിരങ്ങും പിടിച്ചെടുത്തനല്ലേ ഇവന്, അല്ലേ? അതാണല്ലോ. ഇല്ല, അത് വിവരം കിട്ടുമല്ലോ. ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തെ കാണണമെന്ന്. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് മാറ്റണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതെ, നല്ല കാര്യമല്ലേ? സന്തോഷം. ലീഗിനും അങ്ങനെ ആഗ്രഹമുണ്ട് താങ്കളെ UDF എടുക്കണമെന്നാണ് കെ സുധാകരൻ പറഞ്ഞത്. സന്തോഷം. ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാം, അല്ലെങ്കിൽ കൂട്ടായി തീരുമാനം എടുക്കാനാണ്. വളരെ സന്തോഷം. പ്രശ്നം സതീശന് മാത്രമാണോ? ആര് പറഞ്ഞു? ബാക്കിയുള്ളവർക്ക് കുഴപ്പമില്ല. ആർക്കും കുഴപ്പമില്ല, പുള്ളിക്കും കുഴപ്പമില്ലല്ലോ. ഇതൊക്കെയാണ് ഹർഷ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. ഇന്നോ കൊണ്ടോ അടുത്ത ദിവസം കൊണ്ടോ അൻവർ പ്രശ്നം UDF-ന് തീരുമോ? മൂപ്പര് തീയിട്ടു എന്നാണ് നമ്മൾ ഹെഡ്ലൈനിൽ വായിച്ചത്. പക്ഷേ എനിക്ക് തോന്നുന്നു ബോംബിടുക ചെയ്തത്, പൊട്ടിത്തെറിക്കണം അവിടെ. അല്ല, അതിനകത്ത് സ്വാഭാവികമായും കോൺഗ്രസിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഈ കാര്യങ്ങളിലെല്ലാം ഒരഭിപ്രായ വ്യത്യാസത്തിലൂടെ കോൺഗ്രസ് ഒരു സമവായത്തിലേക്ക് എത്തൂ. അതിനുശേഷമാണ് എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും കാര്യങ്ങൾ നേരെ പോവുക. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു പ്രശ്നമുണ്ട്. നമ്മളിപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത മട്ടിലുള്ള ഒരു പൊട്ടിത്തെറി എന്തായാലും കെ സുധാകരൻ്റെ ഭാഗത്തു നിന്നൊന്നും ഉണ്ടായിട്ടില്ല. അതിലൊരു വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെ സുധാകരൻ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിന് കാരണം ഈ PV അൻവറിനെ പിന്തുണയ്ക്കുന്ന ഒരു സംഘം നേതാക്കളുണ്ട്. അവരിലൊരാളാണ് കെ സുധാകരൻ. അത് കെ സുധാകരൻ മാത്രമല്ല, രമേശ് ചെന്നിത്തലയ്ക്കും അൻവറിങ് വന്നോട്ടെ എന്നുള്ള നിലപാട് തന്നെയാണ്. അതുപോലെ ധാരാളം നേതാക്കൾ കോൺഗ്രസിനുള്ളിലുണ്ട്. പുറത്ത് നോക്കിയാൽ ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയെ പോലെ അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ പോലെ തന്നെ ആ പാർട്ടി അടക്കം ഒറ്റക്കെട്ടായി അൻവറിങ് വന്നോട്ടെ, UDF-ലേക്ക് വന്നോട്ടെ, ഒരു അസോസിയേറ്റ് മെമ്പറായൊക്കെ വന്നോട്ടെ എന്നുള്ള നിലപാടുണ്ട്. പക്ഷേ എനിക്ക് മൊത്തത്തിൽ ഈ എപ്പിസോഡ് കാണുമ്പോൾ തോന്നുന്നത് VD സതീശൻ്റെ നിലപാട് തന്നെയാണ് ശരി എന്നുള്ളതാണ്. കാരണം കോൺഗ്രസിൽ ബാക്കി എല്ലാവരും ഇപ്പുറത്ത് അൻവറിങ് വരട്ടെ, ഒരു തെരഞ്ഞെടുപ്പ് കാലമല്ലേ, വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണോ എന്ന ഒരു മൂഡ് പിടിക്കുമ്പോൾ VD സതീശൻ അല്ല, കുറച്ചുകൂടെ സമയം എടുക്കട്ടെ എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. സനീഷ് അത് കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, അത് പാർട്ടിയുടെ ഒരു നിലപാട് എന്ന നിലയ്ക്ക് അതിനായിരിക്കും കൂടുതൽ പ്രസക്തി ഉണ്ടാവുക എന്ന്. അതങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. കാരണം പാർട്ടി അണികൾക്കിടയിൽ VD സതീശൻ്റെ നിലപാടിന് തന്നെയാണ് കൂടുതൽ പ്രസക്തി. കാരണം ഇപ്പോൾ വ്യാപകമായി ഈ കോൺഗ്രസ് അംഗങ്ങൾ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിപ്പിക്കുന്ന ഒരു വീഡിയോ കണ്ടു. ഈ തർക്കം നടക്കുന്ന സമയത്താണ് കോൺഗ്രസിൽ പൊട്ടിത്തെറിയെന്നും അവർക്കിടയിൽ വലിയ അഭിപ്രായ ഭിന്നതയെന്നൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് പ്രചരിപ്പിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് കെ സി വേണുഗോപാലിനെ രൂക്ഷമായ ഭാഷയിൽ 2023 അതായത് അധിക്ഷേപിക്കുക തന്നെയാണ് PV അൻവർ ചെയ്യുന്നത്. ആ വീഡിയോയാണ് പ്രചരിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ കെ സി വേണുഗോപാൽ എന്ന് പറഞ്ഞാൽ, അതായത് അന്ന് കെ സി വേണുഗോപാലിനെ കുറിച്ച് പറയുന്നത് ഹിന്ദിയും ഇംഗ്ലീഷും അറിയാത്ത, ഈ സംസ്ഥാനത്തിനപ്പുറത്തേക്ക് ഒരു സംഘടന കെട്ടിപ്പടിക്കാൻ ശേഷിയില്ലാത്ത ഒരുത്തൻ എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇപ്പോൾ പറയുന്നത് എന്താണ്? ഇവിടെ രാജ്യം മുഴുവൻ സീറ്റുകൾ നേടാൻ കഴിഞ്ഞ, മുമ്പ് പഴയ തകർച്ചയിൽ നിന്ന് UPA കൈപിടിച്ച് കയറ്റിയ, കോൺഗ്രസിന് കൂടുതൽ സീറ്റ് വാങ്ങിക്കൊടുത്ത കെ സി വേണുഗോപാൽ എന്ന നിലയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പം അൻവർ തന്നെയാണ് അൻവറിൻ്റെ ഈ വിധിയുടെ എല്ലാം കാരണക്കാരൻ എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ VD സതീശൻ വിചാരിക്കുന്നത്
പെട്ടെന്നൊരു തീരുമാനമെടുത്താൽ, ഇപ്പോൾ വി ഡി സതീശനെ തീരുമാനമെടുക്കാൻ ഏൽപ്പിച്ചിരുന്നതാണ്, അപ്പോൾ പെട്ടെന്നൊരു തീരുമാനമെടുത്താൽ അൻവർ എന്താണ് ചെയ്യുക? സ്വാഭാവികമായും നേരത്തെ തന്നെ പി വി അൻവറിനെ മുന്നണിയിൽ ഉൾപ്പെടുത്താമെന്നോ അല്ലെങ്കിൽ അൻവറിനെ കൂടി ചേർത്തുകൊണ്ട് ഒരു അസോസിയേറ്റ് അംഗമായി UDF-ൽ ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകാമെന്നോ ഒക്കെ തീരുമാനിച്ചാൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ അൻവർ ഉടക്കും. അപ്പോൾ ആരാണ് അൻവർ? UDF-നകത്തുള്ളയാളാണ്. ഈ UDF-നകത്ത് നിന്നുകൊണ്ട് ഈ സ്ഥാനാർത്ഥിയെ ചീത്ത വിളിക്കുന്ന ഒരാളായി അൻവർ മാറും. അതിലും ഭേദം ഇയാൾ എങ്ങനെയാണ് പ്രതികരിക്കുക, എന്താണ് അൻവറിൻ്റെ ഒരു രീതി എന്നും വ്യക്തമായി അറിയാവുന്നത് കൊണ്ട് അൻവറിൻ്റെ പ്രതികരണമൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ ഒരു തീരുമാനത്തിലേക്ക് എത്താമെന്ന് വി ഡി സതീശൻ തീരുമാനിച്ചു. സംഘടനയ്ക്കുള്ളിൽ ആ നിലപാടിന് തന്നെയാണ് കൂടുതൽ പ്രസക്തി ഉണ്ടാവുക. അണികൾക്കിടയിൽ ഈ പറയുന്നതുപോലെ അൻവറിനെ പടിക്ക് പുറത്ത് നിർത്തി വി ഡി സതീശൻ എന്ന ഒരു ഹെഡ്ലൈൻ വരുമ്പോൾ അണികൾക്കിടയിൽ വി ഡി സതീശനോടൊരു പ്രതിപത്തി തന്നെയാണ് ഉണ്ടാവുക എന്നതാണ് വാസ്തവം. മാത്രമല്ല ഇപ്പം ജോയിയുടെ കാര്യം ആവർത്തിച്ച് പറയുകയാണല്ലോ. ഇയാൾ ഈ അൻവറിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാർട്ടി, കോൺഗ്രസ് പാർട്ടിക്ക് ഉള്ളിൽ നിൽക്കുന്നവരെന്താണ് വിചാരിക്കുക? ഇയാൾ ആരാണ്? പാർട്ടിക്ക് വെളിയിൽ നിന്ന് ഒരു മനുഷ്യൻ ഞങ്ങളുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ആരായിരിക്കണമെന്ന് നിരന്തരം ഇങ്ങനെ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഒരുപക്ഷെ ജോയി സ്ഥാനാർത്ഥിയായി പോയേനെ വി എസ് ജോയി. പക്ഷേ വി എസ് ജോയി വേണം സ്ഥാനാർത്ഥി എന്ന് ഇയാൾ ആവർത്തിച്ച് പറയുമ്പോൾ ഇത് എങ്ങാനും വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചാൽ എന്താണ് സംഭവിക്കുക? അൻവർ അപ്പോൾ തന്നെ പറയും, കണ്ടോ ഞാൻ പറഞ്ഞ മട്ടിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, അതുകൊണ്ട് കൊള്ളാം, നന്നായി വരും എന്ന് പറഞ്ഞാൽ പോലും സംഘടനയെ സംബന്ധിച്ചിടത്തോളം അത് തിരിച്ചടിയാണ്. പിന്നെ കോൺഗ്രസ് വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട് അവിടെ, അല്ലെങ്കിൽ വി ഡി സതീശൻ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇലക്ഷനെ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യാൻ അറിയാവുന്നയാളാണ് വി ഡി സതീശൻ. അതുകൊണ്ട് വിചാരിക്കുന്നത് പരമാവധി അൻവറിനെ അവിടെ സ്വാധീനിക്കാൻ കഴിയുന്ന വോട്ടുകളുടെ എണ്ണം എത്രയാണ്. ഇപ്പം LDF-ന് മുമ്പ് ലഭിച്ചുകൊണ്ടിരുന്നതും പിന്നീട് അൻവർ വന്നതിന് ശേഷം ലഭിക്കുന്നതും എല്ലാം വെച്ച് കണക്ക് കൂട്ടിയാലും ഇപ്പോൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ വോട്ടുകളുടെ എണ്ണം ഒക്കെ വെച്ച് കണക്ക് കൂട്ടുമ്പോൾ ഒരു 5000-നും 10,000-ലേക്ക് എത്തിക്കാൻ കഴിയില്ല. ഒരു 5000 വോട്ടുകൾ ഒരു പക്ഷേ പി വി അൻവറിനെ സ്വാധീനിക്കാൻ കഴിഞ്ഞേക്കാമെന്നാണ് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ അൻവർ ഇല്ലെങ്കിലും ഇതൊരു വെല്ലുവിളിയല്ല. അൻവർ സ്വന്തം നിലയ്ക്ക് മത്സരിക്കുകയോ എന്ത് വേണമെങ്കിൽ ചെയ്തോട്ടെ, അവിടെ ഒരു ഈസി വാക്ക് ഓവർ കോൺഗ്രസ് സത്യത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ജയിച്ചു വരാം, നന്നായി ജയിച്ചു. കാരണം കോൺഗ്രസിൻ്റെ ഒരു ഉറച്ച മണ്ഡലം തന്നെയായിരുന്നു അത്. അൻവർ വന്നു ഒരു പ്രത്യേക സാഹചര്യത്തിൽ അതിന് മാറ്റമുണ്ടായി. ഇതിനു മുമ്പ് എപ്പോഴാണ് ജയിച്ചിട്ടുള്ളത്? അത് ആര്യാടൻ മുഹമ്മദ് അവിടെ LDF-നൊപ്പം നിൽക്കുമ്പോഴാണ്, അങ്ങനെ ഇങ്ങോട്ട് വന്നപ്പോഴാണ് അവിടെ ജയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ മണ്ഡലമാണ്, അവിടെ ജയിച്ചു വരാമെന്നുള്ള ആത്മവിശ്വാസം കൂടിയാണ് വി ഡി സതീശനെ അതിന് പ്രേരിപ്പിക്കുന്നത്. എന്തായാലും എനിക്ക് തോന്നുന്നത് 2 ദിവസത്തിനുള്ളിൽ ഈ പ്രശ്നം പരിഹരിക്കും. ഇപ്പോൾ KC വേണുഗോപാൽ പി വി അൻവറുമായി കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷം പി വി അൻവർ വെളിയിൽ വന്നിട്ട് ആര്യാടൻ ഷൗക്കത്ത് ഇന്നത്തെ എൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് പിണറായിസത്തിനെതിരായ പോരാട്ടമാണ്, അതുകൊണ്ട് ആര്യാടൻ ഷൗക്കത്തിനെയാണ് കോൺഗ്രസ് തീരുമാനിക്കുന്നത്, എൻ്റെ പൂർണ്ണ പിന്തുണ ആര്യാടൻ ഷൗക്കത്തിന് എന്ന് പറയും. വൈകാതെ തന്നെ 2 ദിവസത്തിനകം ഈ UDF അസോസിയേറ്റ് അംഗമാക്കും. അതാണ് ഈ അവസാനം പറഞ്ഞ കാര്യമാണ്. അതായത് UDF-ന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന നേതാവും പാർട്ടിയും അതിനോട് പരസ്യമായിട്ട് വിയോജിപ്പ്, അതായത് UDF-ന്റെ സ്ഥാനാർത്ഥിയോട് പരസ്യമായിട്ട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നത് ശരിയല്ലല്ലോ എന്നാണ് സണ്ണി ജോസഫ് രാവിലെ ചോദിച്ചത്. അടൂർ പ്രകാശ് ഇതിനെ ആവർത്തിച്ചു. മറ്റെല്ലാം കാര്യങ്ങൾ ഓക്കെ, പക്ഷേ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ തെരഞ്ഞെടുപ്പിൽ മുന്നണി പ്രഖ്യാപിച്ചു കഴിഞ്ഞ സ്ഥാനാർത്ഥിയെക്കുറിച്ച് 2 നല്ല വർത്തമാനം പറഞ്ഞിട്ടല്ലേ ഈ കാര്യങ്ങളെല്ലാം പോകേണ്ടത്. ഇപ്പോൾ ഈ മൊത്തം ടോട്ടൽ എപ്പിസോഡ് കണ്ടാൽ നമ്മൾ വിചാരിക്കുക ആവശ്യക്കാർ കോൺഗ്രസ് ആണ്, ഇങ്ങനെ നിൽക്കുന്നയാൾ പി വി അൻവർ ആണ് എന്നാണ്. സത്യത്തിൽ ഇന്നലെ നമ്മൾ ഏതാണ്ട് കാര്യങ്ങളൊക്കെ നേരെ ചൊവ്വയാകുന്നു എന്ന് പറഞ്ഞപ്പോൾ സനീഷ് പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, ഇനി ഇത് മാറിപ്പോകുന്നുണ്ടെങ്കിൽ അത് അൻവറിന്റെ കുഴപ്പമുണ്ടാണ്. അൻവർ, അതായത് ടോട്ടൽ എപ്പിസോഡിൽ അൻവറിന്റെ കുഴപ്പമാണ് ഈ കാര്യങ്ങൾ മുഴുവൻ കാണുന്നത്. അതായത് പി വി അൻവറിന് ആവശ്യമുണ്ട് ഈ മുന്നണിക്കകത്തേക്ക് പ്രവേശിക്കണം, അദ്ദേഹം വഴങ്ങണമല്ലോ. ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുമ്പോൾ അവർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ആ സ്ഥാനാർത്ഥിക്ക് ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള വിശേഷണങ്ങൾ കൊടുക്കുന്നൊരു കാലമാണല്ലോ ഇനി അങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പ് പോരാട്ട കാലം. അപ്പോൾ ഈ മുന്നണിക്കകത്തേക്ക് കയറാൻ, മുന്നണിക്കകത്തുള്ള ആളല്ല, മുന്നണിക്കകത്തേക്ക് കയറാൻ ആഗ്രഹിക്കുന്ന ഒരാൾ, അതിനുവേണ്ടി അധ്വാനിക്കുന്ന ഒരാൾ ആ സ്ഥാനാർത്ഥിയെ കുറ്റം പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ സണ്ണി ജോസഫും അടൂർ പ്രകാശും എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ, ഒരു വരി ഈ കാര്യം പറഞ്ഞ് കാര്യം സെറ്റിൽ ചെയ്യുന്നതിന് പകരം ഇങ്ങനെ ഈഗോ പിടിച്ച് മസിൽ പിടിച്ച് നിൽക്കുകയാണ് ഇദ്ദേഹം. എന്നിട്ട് രാവിലെ വന്നിട്ട് ആളുകളുടെ മുന്നിൽ കരയുന്നത് പോലെ സംസാരിക്കുകയാണ്. ഈ രാഷ്ട്രീയം എന്ന് വെച്ചാൽ അവനവൻ്റെ ഈഗോ കൊണ്ട് മാത്രം നടത്തേണ്ട ഒരു കാര്യമല്ലോ ഹർഷൻ. അവിടെയാണ് ഞാൻ പറയുന്നത്. എനിക്ക് കഴിഞ്ഞ 20 വർഷമായി അൻവർ ആ ഈഗോ കൊണ്ടാണ് ഈ രാഷ്ട്രീയം. ഇതിപ്പോൾ തിരിച്ചായിരുന്നെങ്കിൽ ആലോചിച്ചു ഹർഷൻ, ഈ LDF-നകത്തേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടാണ് LDF പ്രഖ്യാപിച്ച ഒരു സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥിയെ പറ്റിയിട്ട് അയാളത്ര പോരാ കേട്ടോ എന്ന് പറഞ്ഞ ഒരാളാണെങ്കിൽ പിന്നെ ആ പരിസരത്തേക്ക് പോകണ്ട, ചർച്ചയില്ല, ഒരു നേതാവ് അനുകൂലമായിട്ട് സംസാരിക്കില്ല. ഇത് കുറെ കൂടെ ജനാധിപത്യ പാർട്ടിയാണ് എന്ന് അവരെ അവകാശപ്പെടുന്നത് കൊണ്ട് നേതാക്കളൊക്കെ ഇതൊക്കെ പറഞ്ഞതിന് ശേഷം നേതാക്കളെല്ലാം അയാളെ കിട്ടിയാൽ കൊള്ളാം, ഇങ്ങ് പോരട്ടെ, വലിയ ബുദ്ധിമുട്ടുണ്ടാക്കട്ടെ. രമേശ് ചെന്നിത്തലയൊക്കെ വളരെ സമവായമുള്ള രാഷ്ട്രീയത്തിലൊക്കെ നമ്മൾ കാണുമ്പോൾ കൊള്ളാമല്ലോ, മൂപ്പർ ഇങ്ങനെ സംസാരിക്കുന്നല്ലോ എന്ന് തോന്നുന്നു. പക്ഷേ അപ്പോഴും ഈ ഘട്ടത്തിൽ എനിക്ക് ഹർഷൻ ഇപ്പോൾ പറഞ്ഞ പോലെ പിന്തുണക്കാൻ തോന്നുന്നത് വി ഡി സതീശനെ തന്നെയാണ്. കാരണം സതീശൻ അങ്ങനെ ഒരു അപ്രമാദിത്വ സ്വഭാവമായിട്ട് ഇങ്ങോട്ട് വരല്ലേ. നിങ്ങൾ വലിയ മഹാനായിട്ടുള്ള നേതാവൊക്കെ ആയിരിക്കാം, പക്ഷേ നിങ്ങൾ വലിയ നിങ്ങളുടെ ഈ കനം
ആ വാതുക്കൽ അഴിച്ചു വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരൂ, എന്നിട്ട് ഈ സംവിധാനത്തിൻ്റെ ആകെ ഭാഗമാകൂ എന്നൊരു നിലപാട് കുറച്ച് കാർക്കശ്യത്തോടെ സ്വീകരിക്കുന്നത് നന്നായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹർഷൻ പറഞ്ഞ പോലെ 2 ദിവസത്തിനകത്തേക്ക് പരിഹരിക്കപ്പെടും. ഇനിയും നീളുകയാണെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ അത് ഇദ്ദേഹത്തിൻ്റെ കയ്യിലിരിപ്പുണ്ടാണ് എന്നേ പറയാനുള്ളൂ. PV അൻവർ തന്ത്രശാലിയായ രാഷ്ട്രീയക്കാരനാണ്. അടിക്കേണ്ടത് എപ്പോൾ, തടയേണ്ടത് എപ്പോൾ എന്നൊക്കെ അദ്ദേഹത്തിന് അറിയാം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കുതിരേണ്ടതും കരുതേണ്ടതും വേണ്ടി വന്നാൽ കുനിയേണ്ടതും എല്ലാം എപ്പോൾ വേണമെന്നെല്ലാം അൻവർ നന്നായി അറിയേണ്ടതാണ്. പക്ഷേ പണി പാളുന്നതാണ് അടുത്തിടെ പതിവെങ്കിലും അൻവർ രാഷ്ട്രീയ തന്ത്രശാലിയാണ് എന്നതിൽ RDXന് സമീപ ദിവസങ്ങൾ വരെ സംശയമില്ലായിരുന്നു. കൂടും കൂട്ടുമില്ലാതെ നിൽക്കുമ്പോൾ കണ്ട കൂടാരം കുറശേ കത്തിച്ചിട്ടാണെങ്കിലും അതിനകത്ത് കയറിപ്പറ്റണം എന്ന തന്ത്രമാണോ അൻവർ 2 ദിവസമായി പയറ്റുന്നത്? അതിലേറെക്കുറെ ജയിച്ചു നിൽക്കുകയാണോ അദ്ദേഹം എന്ന ചോദ്യമാണ് അദ്ദേഹത്തെ അങ്ങനെ നോക്കുന്ന ആളുകൾക്ക് മുന്നിലുള്ളത്. VD സതീശൻ്റെ പിടിവാശി മാത്രമാണ് തന്നെ തടയുന്നതെന്നും KCയിൽ മാത്രമാണ് പ്രതീക്ഷയെന്നതും അൻവറിൻ്റെ തികവുറ്റൊരു സ്മാഷായിരുന്നു എന്ന് വിചാരിക്കാൻ വേണമെങ്കിൽ രാഷ്ട്രീയ തൃശങ്കുവിൽ ഗതികെട്ട് തുടരുമ്പോഴും മാസ്റ്റർ സ്ട്രോക്കുകൾക്ക് മുതിരുന്ന അത് പോരാട്ട വീറാണോ അല്ലെങ്കിൽ മണ്ടത്തരമാണോ? എന്തായാലും അക്കാര്യത്തെ അഭിനന്ദിക്കാതെ വയ്യ എന്നുകൂടെ വേണമെങ്കിൽ ഇപ്പോൾ പറയാം. പിന്നെ തരാതരം വാക്കും നിലപാടും മാറുന്നതിൽ രാഷ്ട്രീയ നൈതികതയെ പറ്റിയാണെങ്കിൽ അൻവർ നമുക്കറിയാത്ത ആളൊന്നും അല്ലല്ലോ എന്ന് മാത്രമേ RDXന് പറയാനുള്ളൂ. അടുത്ത വിഷയത്തിലേക്ക്